നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 26-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. കോഴിക്കോടിന് പോകുന്ന കാര്യങ്ങളും ഫിനാൻസ് കമ്പനിയുടെ നടത്തിപ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം വിശദമായി തന്നെ അക്കാമ്മയോട് പറഞ്ഞു. അവളുടെ ആദ്യ പ്രതികരണം അത് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു. ഇച്ചായനോട് ഞാൻ അന്നേ പറയുന്നതാ, എവിടെ നിന്നോ വെള്ളപ്പൊക്കം വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോഴേ മുണ്ടുയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന്. നിരോധനം വന്നേക്കും എന്ന് കേട്ടതല്ലേ ഉള്ളൂ. എപ്പോഴോ നിരോധനം വരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോഴേ നമ്മൾ അതിനുള്ള നടപടികളെല്ലാം എടുത്തു തുടങ്ങണമോ? മാത്രവുമല്ലല്ലോ, നമ്മളിവിടെ ഇതേ കമ്പനി തന്നെയല്ലേ നടത്തുന്നത്. അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ കോഴിക്കോടുള്ള കമ്പനിയുമായിട്ട്. അതിപ്പോൾ പോയി കണ്ടു പഠിക്കാനും മാത്രം കാണുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചെറിയ വ്യത്യാസമല്ല അക്കാമേ, നമ്മൾ ഇവിടുത്തെ കമ്പനിയിൽ ആരുടെ അടുത്തു നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല. നമ്മളുടെ കൈവശമുള്ള പണം വേണ്ട ആളുകൾക്ക് സെക്യൂരിറ്റി വാങ്ങി കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ പ്രധാനമായും വാങ്ങുന്ന സെക്യൂരിറ്റി എന്നതാ? സ്വർണമല്ലേ. സ്വർണം മാത്രം സെക്യൂരിറ്റി വാങ്ങിയുള്ള ലോൺ കൊടുക്കലിന് ശാശ്വതമായ ഭാവിയില്ലെന്നേ. എല്ലാവൻ്റെയും കയ്യിലുണ്ടോ സ്വർണമിരിക്കുന്നു പണയം വയ്ക്കാൻ? അതുകൊണ്ട് മറ്റ് സാധനങ്ങൾ വാങ്ങിയുള്ള ലോൺ കൊടുക്കലും തുടങ്ങേണ്ടി വരും. അതിനെപ്പറ്റി നമുക്ക് അത്രയൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ പോയി പഠിക്കുന്ന കാര്യം ഞാൻ ഒന്ന് ചിന്തിച്ചത്. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇച്ചായൻ പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത്ര വലിയ ടെൻഷനൊന്നും വിചാരിക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്നാണ്. ഇനി അഥവാ എല്ലാം നിർത്തിപ്പോയാൽ പോലും നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു മുട്ടും വരാത്ത അത്രയും ഇത്ര കാലം കൊണ്ട് സമ്പാദിച്ചു വച്ചിട്ടില്ലേ? അതൊക്കെ പോരെ. ഇനിയുള്ള കാലം വല്ല പ്രാർത്ഥനയുമൊക്കെയായി ജീവിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്തത്. എന്തിനാന്നേ ചുമ്മാ കൂട്ടിവെക്കുന്നത്? ഇവൾ ഇങ്ങനെ പോയാൽ വല്ല സന്യസിക്കാനും പോയി കളയുമോ എന്ന് പേടിക്കണം. എപ്പോഴും ഒരു പ്രാർത്ഥന. കൊന്ത കയ്യിൽ നിന്ന് വിട്ടിട്ടുള്ള കാര്യമില്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ അത് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പോലും കയ്യിൽ ചുറ്റിയിട്ടുണ്ടാകും കൊന്ത. എപ്പോഴെങ്കിലും അത് കയ്യിൽ നിന്ന് വിടുമോ ആവോ? താൻ കാണുന്ന നേരത്തൊക്കെ കയ്യിലതുണ്ട്. നീ പറഞ്ഞത് ശരിയായിരിക്കും, കുറച്ചൊക്കെ സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേരുടെ ഉത്തരവാദിത്വങ്ങളൊന്നും തീർന്നിട്ടില്ലല്ലോ. റിൻസിക്കാണെങ്കിലും പഠിക്കാൻ ധാരാളം ചെലവ് വരാം. റിജു ആണെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടുപേരെയും ഒരു നിലയിലെത്തിക്കണ്ടേ? അതിനു മുമ്പ് തന്നെ നമ്മൾ സന്യസിച്ച് പ്രാർത്ഥനയുമായി കൂടിയാൽ മതിയോ? പോരല്ലോ. അവരെ ഒരു കരയിലെത്തിക്കാതെ പറ്റില്ലല്ലോ. ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. വെറുതെ കര കാണിച്ചു കൊടുത്താൽ പോരല്ലോ. നീന്തൽ അറിയണ്ടേ? അതിനുള്ളതെങ്കിലും പഠിപ്പിക്കണ്ടേ? ഞാൻ ബുദ്ധിമുട്ടിയതുപോലെ മക്കൾ ബുദ്ധിമുട്ടരുത്. ഏതെല്ലാം ന്യായം പറഞ്ഞാണെങ്കിലും ചെറിയാച്ചൻ ഒരു കാര്യം വിചാരിച്ചാൽ ആ കാര്യം അക്കാമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. അത് ഉറപ്പു തന്നെയാണ്. ഇന്നോളമുള്ള അനുഭവം അതാണ്. അവൾ അവളുടെ അഭിപ്രായം പറയുമെന്ന് മാത്രം. അവസാനം ഇച്ചായൻ പറയുന്നതിന് സമ്മതം മൂളുകയും ചെയ്യും. സമ്മതം കിട്ടാതെ ചെറിയാച്ചൻ യാതൊന്നും ചെയ്യുകയില്ല. എങ്ങനെയാണെങ്കിലും ആ സമ്മതം മേടിച്ചെടുക്കും. ഇച്ചായൻ ആലോചിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ എതിര് നിൽക്കാറില്ലല്ലോ. എൻ്റെ കാഴ്ചപ്പാടിൽ അതിനുള്ള കുറവുകൾ പറയും, അത്ര തന്നെ. കോഴിക്കോട് പോകാൻ തീരുമാനിച്ചതാണ്. ഞാൻ കട്ടായം വേണ്ട എന്ന് പറഞ്ഞാലും ഇച്ചായൻ പോകും. അതെനിക്ക് നന്നായി അറിയുകയും ചെയ്യാം. പക്ഷേ ഞാനൊന്ന് സമ്മതിക്കണം. അതല്ലേ വേണ്ടത്? വീണ്ടും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇച്ചായൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിരല്ല. അത് എനിക്കും ഈ കുടുംബത്തിനും വേണ്ടിയാണെന്ന് എനിക്കറിയില്ലേ. ഞാനീ മനസ്സ് കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ. അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാലും പൂർണ്ണ മനസ്സോടെ അല്ല എന്ന് ചെറിയാച്ചന് മനസ്സിലായി.
അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനോടൊപ്പം കുറച്ച് ചോദ്യങ്ങൾ കൂടി വരാനുണ്ട്. എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നും എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നും എത്ര ദിവസം അവിടെ താമസിക്കുന്നു എന്നും എല്ലാം വിശദമായി ചോദിക്കുമായിരുന്നു. ഇത് അത്രയൊന്നും ചോദിച്ചില്ല എന്നതുകൊണ്ട് വെറുമൊരു സമ്മതം മൂളൽ മാത്രമാണ്. അത് പോരല്ലോ. അക്കാമ മനസ്സറിഞ്ഞ് സമ്മതിച്ചാലേ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടാൻ ഒരു സുഖമുള്ളൂ. നീ സമ്മതിച്ചു എന്ന് പറഞ്ഞാലും എപ്പോഴാണ് പോകുന്നതെന്നോ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നോ എന്തെങ്കിലും ചോദിച്ചില്ലല്ലോ. അപ്പോൾ നീ പകുതി മനസ്സോടെയാണ് സമ്മതിച്ചിരിക്കുന്നത് അല്ലേ? നീ പറഞ്ഞേ പെണ്ണേ, നീ നുണ പറയില്ല. അതുകൊണ്ട് സത്യം പറയാൻ പറയുന്നില്ല. മനസ്സിൽ വിചാരിക്കുന്നത് കൃത്യമായി അറിയാം, ചിന്താഗതികളും അറിയാം. എന്നാലും തന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഒരു പ്രത്യേക സ്വഭാവം തന്നെ. എന്തൊക്കെയാണെങ്കിലും ആൾ സ്നേഹമുള്ളവനായതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ പൂർണ്ണ സമ്മതമല്ല എന്ന് ഇച്ചായൻ പറഞ്ഞത് ശരിയാണ്. അതിന് കാരണം ആളുകളിൽ നിന്ന് വാങ്ങുന്ന ഡെപ്പോസിറ്റ് കൃത്യമായി നാം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ലോൺ വാങ്ങുന്ന ആളിൽ നിന്നും അത് കൃത്യമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരും. അതോടെ ബാങ്ക് പൊളിഞ്ഞു എന്ന് പേരുദോഷം വരികയും ചെയ്യും. ഉടനെ എല്ലാവരും പണം പിൻവലിക്കും. അതോടെ സ്ഥാപനം പൊളിയുകയും ചെയ്യും. അങ്ങനെ എത്രയോ എണ്ണം പൊളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ഭയം. ഇവൾ ഈ കാര്യത്തിലൊക്കെ നമ്മളെക്കാളൊക്കെ എത്രയോ മുന്നേറിയിരിക്കുന്നു. ഞാനോ തൊമ്മനോ റിൻസിയോ ഒന്നും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന ഇവൾ പഠിച്ചു വച്ചിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന അറിവായിരിക്കും. എന്നാലും അത് വിലപ്പെട്ട അറിവ് തന്നെയാണ്. താൻ മനസ്സിൽ വെക്കേണ്ടതുമാണ്. ഏതായാലും അന്തിമമായി തീരുമാനിക്കുന്നതിന് മുൻപ് കാര്യങ്ങളുടെ നടത്തിപ്പ് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ അറിയാനുള്ള ഒരു സൗകര്യം ലഭിച്ച സ്ഥിതിക്ക് അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അറിഞ്ഞു എന്നതുകൊണ്ട് സ്ഥാപനം തുടങ്ങി എന്നല്ലല്ലോ അർത്ഥം. അറിഞ്ഞ വിവരങ്ങളെല്ലാം ഞാൻ കൃത്യമായി നിന്നെ ബോധിപ്പിക്കാം. നീ തന്നെ അതിനൊരു തീരുമാനമെടുത്താൽ മതി. ഞാനതങ്ങ് നടത്തിക്കൊള്ളാം എന്ന് മാത്രം. അങ്ങനെ ആ കാര്യം ചെറിയാച്ചനും അക്കാമയും തീരുമാനിച്ചു. ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞ് കോഴിക്കോടിന് പോകാമെന്നും കാര്യമായ സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ടതില്ല എന്നും ഒരു ജോഡി ഡ്രസ്സ് മാത്രം കരുതിയാൽ മതിയെന്നുമാണ് ചെറിയാച്ചൻ അക്കാമയോട് പറഞ്ഞത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി ചെറിയാച്ചൻ്റെ ജീപ്പ് കോഴിക്കോട് എലിസബത്തിൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്തെത്തി. ഗേറ്റ് കടന്നു വരുന്ന ജീപ്പ് കണ്ടപ്പോഴേ എലിസബത്തിന് ആളെ മനസ്സിലായി. അവൾ അപ്പോൾ തന്നെ അവളുടെ അപ്പച്ചനോട് പറയുകയും ചെയ്തു. എലിസബത്തും അവളുടെ അപ്പച്ചനും കൂടി ജീപ്പിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ അച്ചാച്ച? വഴി പറഞ്ഞു തന്നിരുന്നത് വളരെ കൃത്യമായിട്ടായിരുന്നു. അത് കാരണം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. ഏതായാലും നിങ്ങൾ വൈകിയില്ല. സൂപ്പറല്ലേ ശശിയേട്ടൻ വണ്ടി ഓടിക്കാൻ? അവിടെ നിന്ന് പോകുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ എത്തി. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് എൻ്റെ അപ്പച്ചൻ. പേര് ലോനപ്പൻ. ചെറിയാച്ചന് ആകെപ്പാടെ അന്താളിപ്പായി പോയി. മങ്കുഴിയിൽ തൻ്റെ വലങ്കൈയായി നടന്നിരുന്ന തുണ്ടിപ്പറമ്പിലെ ലോനപ്പനെയാണ് മുമ്പിൽ കാണുന്നതെന്ന് അയാൾക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അന്ന് തങ്ങൾ രണ്ടുപേരും ഒരുമാതിരി അലമ്പായിരുന്നു. എടാന്ന് ഒരുത്തൻ വിളിച്ചാൽ പോടാന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയും. അടിക്കാൻ വരുന്നവർക്ക് അതിന് കഴിയുന്നതിന് മുൻപ് അങ്ങോട്ടടിക്കുകയും ചെയ്യും. അതായിരുന്നു തൻ്റെയും ലോനപ്പൻ്റെയും സ്വഭാവം. അവിടെ നിന്നും പുല്ലാങ്കുളത്തേക്ക് പോന്നതിൽ പിന്നെ അവിടവുമായി ഒരു ബന്ധവുമില്ല. ഇനി അവൻ തന്നെയാണോ ഇത്? ഒരാളെ പോലെ 7 പേരുണ്ടാകുമെന്നൊക്കെയാണ് വായിച്ചു കേട്ടിട്ടുള്ളത്. ഏതായാലും വീട്ടുപേര് കൂടി ചോദിക്കാം. പ്രായം കൊണ്ട് ഏതായാലും പരസ്പരം പേര് വിളിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയൊക്കെയല്ലേ കാണൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ലോനപ്പൻ്റെ വീട്ടുപേരെന്താ? തൊണ്ടിപ്പറമ്പിലെന്നാണ് വീട്ടുപേര്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും വീട്ടുപേര് പറയാറില്ല. മിക്കവാറും എല്ലാവരും ഫൈനാൻസ് ലോനപ്പേട്ടൻ എന്ന പേരിലാണ് അറിയുന്നത്. ഫിനാൻഷ്യർ ലോനപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും.
ഇപ്പോൾ വീട്ടുപേരിന് പകരമായി പലരും അതാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അറിയാവുന്നവരും അത് മറന്നു. അപ്പോൾ താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവന് തന്നെ മനസ്സിലായിട്ടില്ല. തനിക്ക് അത്രമാത്രം മാറ്റം വന്നു പോയോ? മാത്രമല്ല, മറ്റൊരു കാരണം കൂടി കാണും. പൊട്ടിപ്പൊളിഞ്ഞാണല്ലോ താനും അപ്പനും നാട് വിട്ടത്. അതുകൊണ്ട് ഏത് ഭാഗത്തേക്കാണ് പോയത് എന്ന് അവന് ഒരു ആശയവുമില്ല. കാരണം ചിലപ്പോൾ അതുമായിരിക്കും. അല്ലെങ്കിലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിനക്കെന്നെ മനസ്സിലായില്ലേടാ ലോനപ്പാ. മങ്കുഴിയിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയാച്ചനാടാ ഞാൻ. നമ്മൾ രണ്ടും കൂടി അല്ലായിരുന്നോടാ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത്. എനിക്കും നിന്നെ കണ്ടിട്ട് ആദ്യം മനസ്സിലായിട്ടില്ല, സംശയം തോന്നിയെന്ന് മാത്രം. പക്ഷെ വീട്ടുപേരും പേരും കൂടി കേട്ടപ്പോൾ കാര്യം പിടികിട്ടി. എന്നാലും അതിശയം തന്നെയാണേ, നിനക്കെന്നെ മനസ്സിലായില്ലല്ലോ. എൻ്റെ ദൈവം കർത്താവേ, എൻ്റെ പൊന്നു ചെറിയാച്ചനാണോ ഇത്? എത്ര കാലമായിടാ കണ്ടിട്ട്, പിന്നെ എങ്ങനെ മനസ്സിലാകാനാടാ? നീ ഏത് ലോകത്താണ് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നാട് തന്നെ വിട്ടുപോയോ എന്ന് പോലും അറിയില്ലല്ലോ. ഒരു സ്ഥലത്തു നിന്നും പോയാൽ തിരിച്ചങ്ങോട്ട് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു ചെല്ലണ്ടേ? തീർത്തും കുറ്റിയും പറിച്ചുകൊണ്ട് അങ്ങനെ ഒരു പോക്കുണ്ടോ? എങ്കിൽ മാത്രമല്ലേ അവിടെയുള്ളവർ നിങ്ങളെവിടെയാണെന്നും സുഖമായി ഇരിപ്പുണ്ടെന്നും മനസ്സിലാക്കുകയുള്ളൂ. ഇത് നിങ്ങൾ അപ്പനും മകനും പിന്നെ തിരിഞ്ഞ് മങ്കുഴിയിലേക്ക് വന്നിട്ടേയില്ലല്ലോ. കാലങ്ങളായി കണ്ട രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയും പുറത്തടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ചെറിയാച്ചൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. ലോനപ്പൻ്റെയും. പ്രായമായതിൻ്റെ ആണോ എന്നറിയില്ല, രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ വന്നു. രണ്ടുപേരും കണ്ണ് തുടയ്ക്കുന്നത് കണ്ട് എലിസബത്ത് കളിയാക്കി. അയ്യയ്യേ, വലിയ രാജാക്കന്മാരായ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നത് കണ്ടില്ലേ? രണ്ടിനും നാണമില്ലല്ലോ. അച്ചാച്ചനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. രണ്ടുപേരും നിന്ന് കണ്ണു തുടയ്ക്കുന്നു. അമ്മച്ചിയെ, ഇപ്പോൾ വന്നാൽ ഒരു രസം കാണാം. ഇച്ചായനും വേഗം വാ. ഈ രംഗം കുറച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. എടി പെണ്ണെ, നിനക്ക് ഞങ്ങളുടെ കാര്യം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നീയും റിൻസിയും തമ്മിലുള്ളതിനേക്കാൾ ഒക്കെ എത്രയോ കൂടുതൽ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നതാ ഞങ്ങളെന്നറിയാമോ? ഇവന് പെട്ടെന്ന് ചീട്ടുകളി പ്രേമം കയറിയത്. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടതും വളരെ പെട്ടെന്ന് തന്നെയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ രാഖി രാമാനം ഇവനും അപ്പനും പോയതാണ്. പിന്നെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എന്നാൽ ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടുമില്ല. അല്ല, പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാകുകയുമില്ല. ലോനപ്പന് സന്തോഷം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് റീത്താമ്മയെ വിളിച്ച് ചെറിയാച്ചനെ പരിചയപ്പെടുത്തി. റീത്താമ്മ അപ്പോൾ പറഞ്ഞു, ഇവൾ വന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണെന്ന്. പഴയ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ. ഈ ചെറിയാച്ചൻ്റെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നോട്? ആരോ ഒരാൾ ചീട്ട് കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാളെ ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞില്ലേ? അത് തന്നെ ആയിരുന്നു ഇവൻ. ഇവൻ അങ്ങനെ ഒരു വഴി പോകുമെന്ന് വിചാരിച്ചതേ അല്ലായിരുന്നു. ഏതായാലും ചെറിയാച്ചൻ ഇവളെ പരിചയപ്പെട്ടല്ലോ. ഇതാണ് എൻ്റെ പ്രിയപത്നി, പേര് റീത്ത. ഞങ്ങളെല്ലാവരും റീത്താമ്മ എന്ന് വിളിക്കും. നിനക്കും അങ്ങനെ തന്നെ വിളിക്കാം. ഇവിടെ ഇനി പരിചയപ്പെടാൻ ഒരാളും കൂടിയേ ഉള്ളൂ. എൻ്റെ മകൻ ജിൻസ്. അവൻ പഠനമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിൽ എന്നെ സഹായിക്കുകയാണ്. വേറെ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇവനൊക്കെ? ഇനിയിപ്പോൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് വേണമെങ്കിൽ അവനെ നിനക്കൊരു സഹായത്തിന് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് അയക്കുന്നതിനും കുഴപ്പമില്ല. അവനും കൂടി സമ്മതിക്കണം. നമ്മുടെ കാലഘട്ടത്തിലെ പോലെ പൊയ്ക്കോടാ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയില്ല ഇപ്പോഴത്തെ മക്കൾ. ചെറിയാച്ചൻ കരുതിപ്പോയതിനേക്കാളൊക്കെ എത്രയോ വലിയ സ്വീകരണമാണ് അയാൾക്ക് ആ വീട്ടിൽ ലഭിച്ചത്. ഒരിക്കലും കാണില്ലെന്ന് കരുതിയ കൂട്ടുകാരനെ കണ്ടു. പക്ഷേ അത് ചെറിയാച്ചന് പാരയാകുമോ? കണ്ടറിയാം അടുത്ത ഭാഗങ്ങളിൽ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ.
കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേട്ടോട്ടേന്നേ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.